നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലപ്പത്ത് നാളിതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വമ്പൻ അഴിച്ചുപണികൾക്കും പുതിയൊരു വിപ്ലവകരമായ മാറ്റത്തിനും BCCIയുടെ അണിയറയിൽ പൂർണ്ണമായി കളമൊരുങ്ങുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാജ്യാന്തര തലത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു കായിക വിനോദത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ ഒരു പുതിയ പ്രധാന തീരുമാനത്തിനു പിന്നിൽ BCCIയിലെ ചില ഉന്നത തലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ടീമിന്റെ വിജയപരാജയങ്ങളെയും കളിക്കാരുടെ ഒത്തൊരുമയെയും പൂർണ്ണമായി ബാധിക്കുന്ന ഈ ഒരു വലിയ മാറ്റത്തെക്കുറിച്ച് നിലവിൽ ക്രിക്കറ്റ് ലോകത്ത് സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നുവരുന്നത്. വരാനിരിക്കുന്ന വലിയ ICC ടൂർണമെന്റുകളും ഏഷ്യൻ ഗെയിംസും മുന്നിൽ കണ്ടുകൊണ്ട് വളരെ തന്ത്രപരമായ ഒരു ചുവടുവെപ്പിനാണ് ടീം മാനേജ്മെന്റ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. ക്രിക്കറ്റ് ആരാധകരെയും പ്രമുഖ മുൻകാല താരങ്ങളെയും ഒരുപോലെ അമ്പരപ്പിക്കുന്ന ഈ ഒരു നീക്കം ഇന്ത്യൻ ടീമിന്റെ പരമ്പരാഗത ശൈലിയെ തന്നെ തിരുത്തിക്കുറിക്കുന്ന ഒന്നായി മാറും. ടീമിന്റെ ഔദ്യോഗിക നായകസ്ഥാനം ഏറ്റെടുക്കാൻ ഒരു പുതിയ മുഖം സജ്ജമായി കഴിഞ്ഞു എന്ന ഈ സൂചന ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ യാതൊരു വിധത്തിലുള്ള സ്ഥിരതയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാധാരണ കളിക്കാരന് രാജ്യത്തെ നയിക്കാനുള്ള ഇത്രയും വലിയൊരു ചുമതല വെറുതെ വച്ചു നീട്ടുന്നത് കടുത്ത അനീതിയാണ് എന്ന് പറയാതെ വയ്യ. കേവലം സോഷ്യൽ മീഡിയയിലെ ചില PR ഹൈപ്പുകളും ആരാധകരുടെ അന്ധമായ തള്ളലുകളും മാത്രം കണ്ടുകൊണ്ട് ഇത്തരം വമ്പൻ തീരുമാനങ്ങൾ എടുക്കുന്നത് തികച്ചും വിഡ്ഢിത്തമാണ് എന്നാണ് ഭൂരിഭാഗം കായിക നിരീക്ഷകരും പറയുന്നത്. ടീമിൽ ഒരു സ്ഥാനം പോലും സ്ഥിരമായി ഉറപ്പിക്കാൻ കഴിയാതെ എപ്പോൾ വലിയ മത്സരങ്ങൾ വന്നാലും അവിടെയെല്ലാം പരാജയപ്പെടുന്ന ഇത്തരം കളിക്കാർക്ക് എന്ത് യോഗ്യതയാണ് ക്യാപ്റ്റനാകാനുള്ളത്? IPLലെ ചില പ്രകടനങ്ങൾ മാത്രം വിലയിരുത്തി രാജ്യത്തിന്റെ ഔദ്യോഗിക ജേഴ്സിയിലെ നായകസ്ഥാനം നൽകിയാൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ വലിയൊരു നാണക്കേടിലേക്ക് മാത്രമേ നയിക്കൂ. കരിയറിൽ ഭൂരിഭാഗം സമയവും ബെഞ്ചിലിരിക്കാനും വെള്ളം ചുമക്കാനും മാത്രം യോഗമുണ്ടായിരുന്ന ഒരാളെ പെട്ടെന്നൊരു ദിവസം കൊണ്ടുവന്ന് ടീമിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിക്കാൻ നോക്കുന്നത് തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ്. സ്വന്തം കഴിവ് കൊണ്ട് ടീമിലെ സ്ഥാനം പോലും നിലനിർത്താൻ പാടുപെടുന്ന ഒരാളെ ഇങ്ങനെയൊക്കെ അന്ധമായി പിന്തുണയ്ക്കുന്നത് കാണുമ്പോൾ സാധാരണ ക്രിക്കറ്റ് ആരാധകർക്ക് കടുത്ത ദേഷ്യവും അമർഷവും മാത്രമാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, നിലവിൽ ടീമിനെ മികച്ച രീതിയിൽ നയിക്കാൻ കെൽപ്പുള്ള എത്രയോ പരിചയസമ്പന്നരായ സീനിയർ താരങ്ങൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനാവശ്യ പരീക്ഷണങ്ങൾക്ക് ചിലർ മുതിരുന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കാൻ യാതൊരു കഴിവുമില്ലാത്ത, സ്വന്തം വിക്കറ്റ് പോലും എപ്പോഴും ഉത്തരവാദിത്തമില്ലാതെ ദാനം ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു വലിയ ടീമിന്റെ ക്യാപ്റ്റനായി സെലക്ടർമാർ ചിന്തിക്കുന്നതും? BCCIയുടെ കൃത്യമായ പിന്തുണയോ ആഭ്യന്തര ക്രിക്കറ്റിലെ വലിയ റെക്കോർഡോ ഇല്ലാത്ത ഇവരെ വെച്ച് ഇന്ത്യൻ 2020 ടീം മുന്നോട്ടു പോയാൽ നാണം കെട്ട തോൽവികൾ മാത്രമായിരിക്കും വരും ദിവസങ്ങളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. പ്രായവും അന്താരാഷ്ട്ര തലത്തിലെ പരിചയക്കുറവും വലിയൊരു വെല്ലുവിളിയായി നിൽക്കുമ്പോൾ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രാദേശിക താൽപര്യങ്ങളും മുൻനിർത്തി ഇത്തരം കളിക്കാർക്ക് വേണ്ടി വാദിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. വലിയ വേദികളിൽ തരിപ്പണം പോകുന്ന ഇത്തരം അമിത പ്രാധാന്യമുള്ള താരങ്ങളെ അന്ധമായി ആരാധിക്കുന്നവർക്ക് ക്രിക്കറ്റിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയില്ല എന്ന് വേണം പറയാൻ. ഈ ഒരു വിചിത്രമായ നീക്കത്തിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അന്തസ്സും പ്രതാപവും പൂർണ്ണമായും തകർന്നടിയാൻ പോകുകയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ഇന്ത്യൻ 2020 ക്രിക്കറ്റിന്റെ ചരിത്രം എടുത്തു പരിശോധിച്ചാൽ ക്യാപ്റ്റൻസിയിലെ മാറ്റങ്ങൾ ടീമിൽ എങ്ങനെയൊക്കെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. വലിയ ടൂർണമെന്റുകളിൽ ഭയമില്ലാതെ അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു യുവനിരയെ കെട്ടിപ്പടുക്കാൻ BCCIയും ടീം മാനേജ്മെന്റും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടം മുൻപുണ്ടായിരുന്നു. പവർ പ്ലേ ഓവറുകളിൽ ബൌളർമാരെ നിലം തൊടാതെ പറത്താൻ ശേഷിയുള്ള, ഒപ്പം ടീമിലെ കളിക്കാരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നായകനെ കണ്ടെത്തുക എന്നത് സെലക്ടർമാരുടെ വലിയൊരു ദൌത്യമായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിലും IPLലും സമാനമായ രീതിയിൽ മികച്ച ലീഡർഷിപ്പ് ക്വാളിറ്റികൾ പുറത്തെടുത്ത് സ്വന്തം ടീമിനെ ഫൈനൽ വരെ എത്തിച്ച പല താരങ്ങളും പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ലോകകപ്പും
മറ്റു പ്രധാന പരമ്പരകളും മുൻപിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു ലോങ് ടേം പ്ലാനിംഗ് അടിയന്തരമായി ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നിലനിൽപ്പിന് തന്നെ ഏറെ ആവശ്യമായ ഒന്നാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ വലിയൊരു നേതൃമാറ്റത്തിന് വഴിതെളിയിച്ചുകൊണ്ട് മലയാളി താരം സഞ്ജു സാംസൺ ഇന്ത്യൻ ട്വന്റി ടീമിന്റെ പുതിയ നായകനായി വരാൻ പോകുന്ന വാർത്തയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. ചീഫ് സെലക്ടർമാരും ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും ചേർന്ന് സഞ്ജു സാംസണെയാണ് തങ്ങളുടെ ഒന്നാമത്തെ മുൻഗണനയായി ഉറപ്പിച്ചിരിക്കുന്നത് എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ BCCI കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്. മുൻപ് പറഞ്ഞ അസൂയക്കാരുടെയും വിരോധികളുടെയും എല്ലാ കുത്തിത്തിരിപ്പുകൾക്കും ചൊറിച്ചിലുകൾക്കുമുള്ള വായടപ്പൻ മറുപടിയായാണ് ഗൗതം ഗംഭീറിന്റെ ഈ ഒരു വമ്പൻ മാസ്റ്റർ പ്ലാൻ വന്നിരിക്കുന്നത്. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ വളരെ ശാന്തമായി നയിച്ച് സഞ്ജു തെളിയിച്ച ആ തന്ത്രപരമായ മികവും അഗ്രസീവ് ബാറ്റിംഗ് ശൈലിയും തന്നെയാണ് ഇന്ത്യൻ ടീമിനും ഇപ്പോൾ ആവശ്യമെന്ന് ഗംഭീർ അടിവരയിട്ട് പറയുന്നു. കോച്ചും സെലക്ടർമാരും ഒരുപോലെ സഞ്ജുവിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് രംഗത്തിറങ്ങിയതോടെ സോഷ്യൽ മീഡിയയിലെ സഞ്ജു വിരുദ്ധരുടെ എല്ലാ തന്ത്രങ്ങളും പാടെ തകർന്നിരിക്കുകയാണ്. ടീം ഇന്ത്യയുടെ നായക സ്ഥാനം ഏറ്റെടുക്കാൻ സഞ്ജു സാംസൺ എന്ന മലയാളി കരുത്ത് പൂർണ്ണ സജ്ജനായി കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇനി ഒട്ടും സംശയം വേണ്ട. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്